തിരുവനന്തപുരത്ത് വെളറ കിളിയൂരിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന നിഗമനം. പ്രജിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രജിൻ ജോസിന്റെ ജീവിതം കുറച്ചു വർഷങ്ങളായി അടിമുടി ദുരൂഹത നിറഞ്ഞതായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മകൻ ചൈനീസ് പാട്ട് കേട്ട് കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത് പതിവായിരുന്നുവെന്ന് മാതാവും പറയും. പ്രജിൻ ജോസ്, വയസ്സ് 28, തൊഴിൽ രഹിതൻ. അച്ഛൻ ജോസ് വീടിനോട് ചേർന്ന് ഹാർഡ്വെയർ കട നടത്തുന്നു. 3 മക്കളുണ്ടായിരുന്നതിൽ ഒരാൾ മരണപ്പെട്ടു. മകൾ വിവാഹശേഷം ഭർത്താവിൻ്റെ കൂടെ താമസം. മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിലായിരുന്നു കുടുംബം. കോവിഡ് കാലത്ത് MBBS പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പ്രജിൻ നാട്ടിൽ വരുമ്പോഴും പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല. ഇതിനിടെ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയി. ഇതിനായി 1.5 ലക്ഷത്തോളം രൂപയാണ് വീട്ടുകാർ നൽകിയത്. എന്നാൽ സിനിമാ പഠനത്തിന് ശേഷം തിരികെ എത്തിയതോടെ പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വീട്ടിലെ മുകൾ നിലയിലെ മുറിയിൽ തന്നെ മിക്ക സമയവും മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ മുഖത്തേക്ക് തുപ്പുന്നതും രീതിയായിരുന്നു. പെന്തക്കോസ്ത് വിശ്വാസികളായ കുടുംബം വീട്ടിൽ പ്രാർത്ഥന നടത്തുമ്പോൾ മുറിയിൽ ഉച്ചത്തിൽ പാട്ടുവെക്കും. ദുരൂഹ സ്വഭാവമുള്ള ചൈനീസ് ഭാഷയിലെ പാട്ടുകളെന്നാണ് വീട്ടുകാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നതും പതിവായിരുന്നു. മുറിയിൽ നിന്നും ചണം ചാക്കുകൊണ്ടുണ്ടാക്കിയ ഷർട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പ്രജിൻ തന്റെ മുറിക്കുള്ളിൽ എന്താണ് ചെയ്തിരുന്നതെന്ന് വർഷങ്ങളായി വീട്ടുകാർക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, തല്ലും. പിന്നീട് വീട്ടുകാരും ഇതിനെക്കുറിച്ച് ചോദിക്കാതെയായി. മുറിയുടെ പരിസരത്ത് പോലും പ്രജിൻ വീട്ടുകാരെ അടുപ്പിച്ചതേയില്ല. ജോസിന്റെ മരണശേഷമാണ് മുറിക്കുള്ളിലെ വിചിത്രമായ പല കുറിപ്പുകളും പുസ്തകങ്ങളും പ്രതിമകളും രൂപങ്ങളും വീട്ടുകാർ കാണുന്നത്. ജോസ് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ വധഭീഷണി മുഴക്കിയിരുന്നു. കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് ബന്ധുവീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. പ്രജിനും അച്ഛനും അമ്മയും ഒപ്പം സഹോദരിയുമാണ് ഈ കല്യാണത്തിന് പോയത്. അവിടെ വെച്ച് പ്രജിന്റെ വസ്ത്രധാരണത്തെ ചിലർ കളിയാക്കി. ഇത് ഇഷ്ടപ്പെടാത്ത പ്രജിൻ അച്ഛനും അമ്മയും സഹോദരിയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. കാറിലായിരുന്നു യാത്ര, അമിത വേഗതയിൽ. ഇത് ചോദ്യം ചെയ്ത സഹോദരിയോട് പ്രജിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അച്ഛനും അമ്മയ്ക്കുമൊപ്പം നിന്നെയും സ്വർഗത്തിലെത്തിക്കും. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഒരു മോഷണ ശ്രമവും നടന്നിരുന്നു. ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഇതിന് പിന്നിലും പ്രജിനാണെന്നാണ് നിലവിലെ സംശയം. ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും മുറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച പ്രതിമകളും വവ്വാലിന്റെ രൂപത്തിലുള്ള ആയുധവും കണ്ടെത്തി. കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കി അത് വെട്ടുന്നത് പ്രജിനൊരു സ്വഭാവമായിരുന്നു. വീട്ടുകാരുടെ ഹാർഡ്വെയർ കടയിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് പല ടൂൾസും ഇയാൾ ഉണ്ടാക്കിയിരുന്നു. അച്ഛനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രജിൻ ശരീരത്തിലെയും തലയിലെയും മുടി മുറിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാളേറെ മുടിയുടെ കൂമ്പാരമുണ്ടായിരുന്നു. 3 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തെത്തി ഒരു മനോരോഗ വിദഗ്ധനെ പ്രജിൻ കണ്ടിരുന്നു. വീട്ടുകാരെ നിർബന്ധിച്ചാണ് ഇയാൾ ഡോക്ടറെ കാണാൻ പോയത്. ഇയാൾക്ക് കുഴപ്പമുണ്ടെന്നായിരുന്നു ഡോക്ടറുടെയും കണ്ടെത്തൽ. ഉപയോഗിച്ചിരുന്ന ഐഫോൺ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് പ്രജിൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മുറിയിൽ കമ്പ്യൂട്ടറുമുണ്ട്. ഇത് രണ്ടും പരിശോധിച്ചാലേ പ്രജിൻ എന്ന നിഗൂഢ മനുഷ്യന്റെ ഉള്ളറകൾ വ്യക്തമാകൂ. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.